അമ്മേ. നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ മോളെ? ഏയ്, എന്തിനാ എനിക്ക് എന്റെ അമ്മയോട് ദേഷ്യം തോന്നുന്നേ? നിന്റെ കുഞ്ഞിനെ നിനക്ക് നഷ്ടപ്പെടുത്തിയതിന്. അതെന്റെ വിധിയാണമ്മേ. അതിന് ഞാൻ ആരെയും പഴിക്കുന്നില്ല. ആ ദുർവിധിയിലേക്ക് നിന്നെ തള്ളിവിട്ടതിൽ എനിക്കൊരു പങ്കുണ്ടായിരുന്നു. ഇല്ലാന്ന് നീ പറഞ്ഞാലും എന്റെ മനസാക്ഷി അത് അംഗീകരിക്കില്ല. ഒരു കുഞ്ഞിനെ ഓമനിക്കാനും അമ്മയെന്നുള്ള ആ കുഞ്ഞിന്റെ വിളി കേൾക്കാനും ഒരു ഭാഗ്യം വേണം. അമ്മയുടെ ഈ മോൾക്ക് ആ ഭാഗ്യമില്ല, അത്രേ ഉള്ളൂ. നീ കാലി പിടിച്ച് പറഞ്ഞപ്പോഴും എന്റെ മനസ്സലിഞ്ഞില്ല. അതല്ലെങ്കിൽ മക്കളിലുള്ള എന്റെ അമിത വിശ്വാസം നീ പറയുന്ന സത്യത്തെ കള്ളമെന്ന് തോന്നിപ്പിച്ചു. നിന്റെ കണ്ണീര് എന്റെ കാലിൽ വീണ ആ നിമിഷം ഞാൻ പോലും അറിയാതെ എന്റെ കണ്ണ് നിറഞ്ഞു. പക്ഷേ അപ്പോഴും ഞാനൊരു തീരുമാനം എടുത്തില്ല. അനന്തുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞാൻ സ്വയം രക്ഷപ്പെടുകയാണ് മോളെ ചെയ്തത്. പാടില്ലായിരുന്നു. നിന്നെ ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് പോകാൻ ഞാൻ സമ്മതിക്കാൻ പാടില്ലായിരുന്നു. എന്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രം മോളെ നിനക്ക് നിന്റെ കുഞ്ഞിനെയും എനിക്കെന്റെ പേരക്കുട്ടിയെയും നഷ്ടപ്പെട്ടത്. അമ്മേ, നിന്നെ ആശ്വസിപ്പിക്കേണ്ടതിന് പകരം മറക്കാൻ നീ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും വീണ്ടും ഓർമ്മിപ്പിച്ച് നിന്നെ ഞാൻ കൂടുതൽ വേദനിപ്പിക്കുക ചെയ്യുന്നത്. അല്ലേ മോളെ? അല്ലമ്മേ, ഒരിക്കലും എൻ്റെ അമ്മ എന്നെ വേദനിപ്പിച്ചിട്ടില്ല. ഞാൻ അനുഭവിച്ചതൊക്കെ എൻ്റെ യോഗം. നിന്റെ നഷ്ടം എത്ര വലുതാണെന്ന് ഇപ്പൊ എനിക്കറിയാം. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന ഒരമ്മയുടെ വേദന അതിപ്പോ ഞാനും അനുഭവിക്കുന്നുണ്ട്. എന്നെങ്കിലും അറിയാതെ നീ അമ്മയെ ശപിച്ചിരുന്നോ? അതോ നിന്റെ കണ്ണീര് കണ്ട് ദൈവം എനിക്ക് തന്ന ശാപമോ? അവര് 3 പേരും എൻ്റെ മക്കളാ. എങ്ങനെയാ അതിലൊരാളെ ഞാൻ... എന്താ അമ്മ ഇപ്പൊ പറഞ്ഞത്? ഒന്നുമില്ല. നീ വാ, ഞാൻ കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വാ. സർ, ചായ കുടിക്ക. താങ്ക്സ്. ഒരു ചായ കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാനിപ്പോ വിചാരിച്ചേ ഉള്ളൂ. പിന്നെ അസമയായതുകൊണ്ട് പറയണ്ടെന്ന് വെച്ചതാ. ക്ലാസ്സിലേക്കുള്ള നോട്ട്സാ നേരത്തെ ചെയ്ത് തീർക്കേണ്ടതായിരുന്നു, പിന്നെ പഠിച്ചു. ഒരു കാര്യം ചോദിച്ചാ ബാലമണിനോട് ദേഷ്യപ്പെടുവോ? സാറ് ചോദിച്ചോളൂ. ഇനിയുള്ള ജീവിതം ഇങ്ങനെയൊക്കെ ജീവിച്ചു തീർത്താൽ മതിയോ? ഉണ്ണിയമ്മയ്ക്ക് ബാലമണിയുടെ കാര്യത്തിൽ നല്ല സങ്കടമുണ്ട്. ഇന്നലെ മൂകാംബിക തന്നെ വിളിച്ചിരുന്നു. സർ, ദയവ് ചെയ്ത് ആ മനുഷ്യന്റെ പേരോ ആ മനുഷ്യന്റെ വിശേഷങ്ങളോ എന്നോട് പറയരുത്. എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല. എത്രയായാലും ബാലമണിയുടെ അച്ഛനാ, അത് മറക്കാൻ പറ്റുമോ? കുഞ്ഞുണ്ണിയുടെ മകൾ എന്ന സ്ഥാനം എനിക്ക് വേണ്ട. ആഗ്രഹിച്ച സമയത്ത് ഒരച്ഛന്റെ സ്നേഹമോ വാത്സല്യമോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് എന്ത് നന്മ ആ മനുഷ്യൻ ചെയ്തിട്ടുള്ളത്? ഇപ്പൊ ഞാൻ അഴകത്തമ്മയുടെ മോളാ. എന്റെ അച്ഛന്റെ അമ്മയുടെയും സ്ഥാനം
ആ അമ്മയ്ക്ക് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ആ അമ്മ മാത്രം ഇനി ബാലാമണിയെ സ്നേഹിച്ചാൽ മതി. ഞാൻ തന്നോട് തർക്കിക്കാൻ നിൽക്കുന്നില്ല. അതുകൊണ്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. ബാലാമണി പൊക്കോ. ഞാനൊരു കാര്യം ചോദിച്ചാ സാർ സത്യം പറയൂ? അതെന്റെ വെറും തോന്നലാണെങ്കിൽ സാർ അത് വിട്ട് കളഞ്ഞേക്കണം. മറ്റാരോടും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യരുത്. കാര്യം എന്താന്ന് പറ. അമ്മ കുറച്ചു മുമ്പേ അമ്മ എൻ്റെ മുറിയിൽ വന്നിരുന്നു. ഞങ്ങൾ ഇത്തിരി നേരം സംസാരിക്കുകയും ചെയ്തു. എൻ്റെ കാര്യത്തിൽ അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട്. ഓരോന്നും പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുന്ന കൂട്ടത്തിൽ അറിയാതെ ഒരു വാക്ക് അമ്മയുടെ വായിൽ നിന്ന് വീണു. ഞാൻ അതേക്കുറിച്ച് കൂടുതൽ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഉത്തരം പറയാതെ അമ്മ പൊയ്ക്കളഞ്ഞു. അപ്പം മുതൽ എൻ്റെ മനസ്സിലൊരു സംശയം. ഈ വീട്ടിലുള്ള ആരെ അറിയിക്കാതെ അമ്മ എന്തോ ഒന്ന് ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അമ്മയുടെ ഉള്ളിലെ ആ സങ്കടം എന്താണെന്ന് സാറിന് വല്ല സൂചനയും കിട്ടിയിട്ടുണ്ടോ? ഒരമ്മയ്ക്ക് തൻ്റെ 3 മക്കളെയും ഒരുപോലെയല്ലേ സ്നേഹിക്കാൻ പറ്റൂ? അവരിൽ ആരോടെങ്കിലും സ്നേഹം കൂടുതലോ കുറവോ കാണിക്കാൻ അമ്മയ്ക്ക് പറ്റുമോ? പറ്റുമോ ബാലമണി? ഇല്ല, പറ്റില്ല. അപ്പോ അവരൊരാളെ വിട്ടുകൊടുക്കേണ്ടി വന്ന ആ അമ്മ അതെങ്ങനെ സഹിക്കുക? വിട്ടുകൊടുക്കേ? ആരെ? ഞങ്ങൾ 3 പേരിൽ ആരോ ഒരാളെ. ആർക്ക്? മറ്റൊരമ്മയ്ക്ക്. ഞങ്ങൾ 3 പേരിൽ ആരോ ഒരാൾ അഴകത്തമ്മയുടെ മോനല്ല, ദത്തുപുത്രന്. എന്നെങ്കിലും ഒരിക്കൽ, ചിലപ്പോ ഒരുപാടൊന്നും താമസിക്കാതെ ആ അമ്മ അവരുടെ മകൻ അന്വേഷിച്ചിവിടെ വരും. അപ്പോ ഞങ്ങൾ 3-ൽ-1 അഴകത്തമ്മയ്ക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തേ പറ്റൂ. അതായിപ്പോ എൻ്റെ മനസ്സിൽ നീറ്റല്. ഞങ്ങളിൽ ആരാണ് ആ കുട്ടീന്നറിയാവുന്നതും അമ്മയ്ക്ക് മാത്രം. ഒരുപക്ഷെ അമ്മ പറയുന്ന എൻ്റെ പേരാണെങ്കിൽ ഒരിക്കൽ ബാലാമണി എനിക്ക് നഷ്ടപ്പെട്ട പോലെ എൻ്റെ അമ്മ എനിക്ക് നഷ്ടപ്പെടും. എന്റെ ഗീതമ്മ ഒന്നോടെ നിക്ക്. താൻ മിണ്ടിപ്പോകരുത്. എന്റെ കണ്ണ് തെറ്റിയ കണ്ട പെണ്ണുങ്ങളോട് താൻ കൊഞ്ചിക്കൊഴിയല്ലേടോ? ഞാൻ ഒരു പെണ്ണിനോടും കൊഞ്ചാനും കൊഴയാനും ഒന്നും പോയില്ലല്ലോ ഗീതമ്മേ. ഇല്ലേ? ഞാൻ സാരി സെലക്ട് ചെയ്യാൻ പോയിട്ട് വന്നപ്പോ താനും ആ സെയിൽസ് ഗേളും തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്ന കണ്ടല്ലോ. താൻ അവളോട് എന്റെ കുറ്റം പറഞ്ഞ് ചിരിക്കല്ലായിരുന്നോ? അയ്യോ അല്ലെന്നേ. പിന്നെ താൻ എന്തിനാ ചിരിച്ചത്? അത് ആ കുട്ടി എന്തോ ഒരു തമാശ പറഞ്ഞു, അത് കേട്ട് ഞാനും ചിരിച്ചു. എന്ത് തമാശ? താൻ അത് എന്റെ അടുത്തും കൂടി ഒന്ന് പറ, ഞാൻ കൂടെ ഒന്ന് ചിരിക്കട്ടെ. എന്റെ ഗീതമ്മ, ആ തമാശ എന്താണെന്ന് എനിക്ക് ഇപ്പൊ ഓർമ്മയില്ല. സത്യമായിട്ട് ഓർമ്മയില്ലാത്തതുകൊണ്ട് തന്നെയാ. ഇനി എന്നോട് ചോദിക്കാതെ താൻ ഒരാളോട് മിണ്ടിപ്പോകരുത്, പ്രത്യേകിച്ച് പെണ്ണുങ്ങളോട്. കല്യാണം കഴിച്ച ആണുങ്ങളെ കാണുമ്പോ ചില പെൺപിള്ളേർക്ക് ഇളക്കം ഇത്തിരി കൂടുതലാ. അവളുമാർക്കൊപ്പം തുള്ളാൻ നിങ്ങളൊരു മണ്ടച്ചാരും. ഗീതമ്മ പേടിക്കണ്ട, ഞാൻ ഗീതമ്മ വിട്ട് മറ്റൊരുത്തരുടെ കൂടെയും പോവില്ല. അയ്യോ, എന്നെ ഇങ്ങനെ സ്നേഹിച്ചങ്ങ് കൊതിപ്പിക്കല്ലേ. ദേ ഇതങ്ങോട്ട് പിടിച്ചേ. ചെല്ലടി, വേഗം ചെല്ല്. നിനക്കുള്ള പണി ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അയ്യോ, എന്താ? എന്റെ കയ്യിലിരുന്ന മൊബൈൽ കാണുന്നില്ല. അത് അവിടെ എവിടെയെങ്കിലും കാണും, അല്ലെങ്കിൽ അത് പോട്ടെ. പോട്ടെന്നോ? എനിക്ക് ആ മൊബൈലിനോടുള്ള സെന്റിമെന്റ്സ് ഗീതമ്മയ്ക്ക് അറിയില്ല. അത് ആ തുണിക്കടയെ വെച്ച് മറന്നു പോയതാ, എനിക്ക് ഉറപ്പാ. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. നിങ്ങൾ അവിടെ നിന്ന് നിൽക്ക്. ഞാൻ നോക്കിയിട്ട് ഇതാ വരുന്നു. ഒരു പൊട്ടക്കാരൻ.
അപ്പൊ തുടങ്ങാം. നാശങ്ങള് ഇതെവിടെ പോയി? എന്താ മേഡം, ചെവി കേക്കില്ലേ? ഇവരോട് മര്യാദയ്ക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കൂടുതൽ ജാട കാണിക്കാതെ വണ്ടി എടുത്ത് മാറ്റ്, അതാ നിങ്ങൾക്ക് നല്ലത്. പറ്റില്ല. വണ്ടി മാറ്റണമെങ്കിൽ ചാവി വേണം. അതെന്റെ ഹസ്ബൻഡ് കൊണ്ടുപോയിരിക്കുക. ചാവി എന്റെ കയ്യിലില്ല. എങ്കിൽ നിങ്ങൾ അയാളെ വിളിച്ച് വേഗം വരാൻ പറ. നിങ്ങളുടെ ഹസ്ബൻഡിനെ വിളിക്കേ. അത് ഹസ്ബൻഡിനെ വിളിക്കാൻ പറ്റില്ല. അതെന്താ പറ്റാത്തത്? ഹസ്ബൻഡിന്റെ മൊബൈൽ നമ്പർ എന്റെ കയ്യിലില്ല. സ്വന്തം ഹസ്ബൻഡിന്റെ മൊബൈൽ നമ്പർ അറിയില്ലെന്നോ? വെറുതെ നമ്പർ ഇറക്കല്ലേ. നിങ്ങൾക്ക് ഇത് പറയാൻ നാണമില്ലേ? എന്റെ ഭർത്താവിന്റെ ഫോൺ നമ്പർ എനിക്ക് അറിയില്ല. അതിന് നിങ്ങൾക്കൊക്കെ എന്താ? അങ്ങയുടെ ഫോൺ കളഞ്ഞു പോയിട്ട് അത് തപ്പാൻ പോയിരിക്കുക. അയാൾ തിരിച്ചു വന്നാ വണ്ടി മാറ്റിത്തരാം. അതുവരെ നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്ക. വെറുതെ നിങ്ങൾ നാടകം കളിക്കല്ലേ. ഞങ്ങൾക്ക് പോയിട്ട് വരെ പണിയുള്ളതാ. എങ്കിൽ നീയൊക്കെ കൂടി ഈ കാർ പൊക്കിയെടുത്ത് മാറ്റി വെക്കും. ഈ പെണ്ണുപിള്ളയോട് മാന്യമായിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. മര്യാദ എന്ന് പറയുന്ന സാധനം ഇവർക്കില്ല. എന്നെ മര്യാദ പഠിപ്പിക്കാൻ നീയൊക്കെ ആരാടാ? നിർത്തടി. നീ ആരാന്നാ നിന്റെ വിചാരം? ഡാ എടി പൊടിന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ. വിളിച്ചാലേ നീ എന്ത് ചെയ്യും? ഇപ്പൊ ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ നേരെ നിന്റെ കൈ പൊന്തിയാലേ നീ ഇവിടുന്ന് മര്യാദയ്ക്ക് പോവില്ല. നിങ്ങളെപ്പോലെ അഹങ്കാരികളായ പെണ്ണുങ്ങളാ പല ആണുങ്ങളുടെ ജീവിതം തുലയ്ക്കുന്നത്. അളിയാ, ഇവളെ കെട്ടിയതോടെ ഇവിടെ ഭർത്താവ് എന്ന് പറയുന്നവന്റെ ജീവിതം നശിച്ചു പോയി കാണും. അങ്ങനത്തെ ഒരു ഉരുപ്പടിയല്ലേ ഇത്? നാട്ടുകാരോട് നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ വീട്ടിലെങ്ങനെയായിരിക്കും പെരുമാറുക? ഭർത്താവ് പഞ്ചഭാവമായിരിക്കും. അതാ ഇവളുമാരൊക്കെ ഇങ്ങനെ. ഞങ്ങളും വീട്ടിലെ അമ്മയും പെങ്ങന്മാരൊക്കെ ഉള്ളവർ തന്നെ. പക്ഷെ ഞങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളെ ഇങ്ങനെ പെരുമാറാറില്ല. നിങ്ങളുടെ ഈ അഹമ്മദിക്ക് കാരണം വളർത്തു ദോഷമാ. നല്ല തല്ല് കിട്ടിയാലേ അത് മാറൂ. ഗീതമേ, എൻ്റെ മൊബൈൽ കിട്ടിയിട്ടോ. അതാ തുണിക്കടയിൽ തന്നെ ഉണ്ടായിരുന്നു. സാറാണോ ഈ മുതലിന്റെ ഭർത്താവ്? അതെ. എന്താ? ഹോ, നമിച്ചു ഗുരുവേ. ഈ സാധനത്തിന്റെ കൂടെ നിങ്ങൾ എങ്ങനെ കഴിയുന്നു? നിങ്ങൾ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. വണ്ടി കൊണ്ടൊന്ന് പാർക്ക് ചെയ്തിരിക്കുന്ന കണ്ടില്ലേ? ഇനി ഞങ്ങൾ എങ്ങനെയാ വണ്ടി എടുക്കുക? ഓ, അയ്യോ, ക്ഷമിക്കണം കേട്ടോ. അത് എൻ്റെ തെറ്റാ. സോറി. അന്നേരത്തെ വെപ്രാളത്തിൽ ഞാൻ വണ്ടിയിൽ നിന്ന് ചാവി ഊരിയെടുത്ത കാര്യം ഓർത്തില്ല. വണ്ടി ഇപ്പം മാറ്റിയിട്ട് തരാം. സോറി. ദാ, ഇതാണ് മര്യാദ. ഇങ്ങനെ ഒരു വാക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിലേ എത്ര നേരം വേണമെങ്കിലും ഞങ്ങൾ വെയിറ്റ് ചെയ്തേനെ. ഇനിയെങ്കിലും ആ പാവം ചേട്ടനെ പോലെ മാന്യതയോടും മര്യാദയോടും പെരുമാറാൻ പഠിക്കേ. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം കോഞ്ഞാട്ടായി പോവും. വാടാ. അമ്മയ്ക്കിപ്പോ തൃപ്തിയായല്ലോ. ഇയാളുടെ കൂടെ എങ്ങോട്ടും കെട്ടിയെടുക്കുന്നില്ലെന്ന് ഞാൻ 1000 വട്ടം പറഞ്ഞതല്ലേ. അപ്പൊ അമ്മയ്ക്ക് ഇയാളോട് സെന്റിമെന്റ്സ്. അതിന്റെ ഫലം അനുഭവിച്ചത് ഞാനും. എന്നാലും എന്റെ സഹദേവ, നീ ഇങ്ങനെ ഒരു മണഗുണാഞ്ചനായി പോയല്ലോ. അവന്മാരെല്ലാരും കൂടി എന്റെ ഗീതമ്മയെ ഇത്രയൊക്കെ നാണക്കേട് വിളിച്ചു പറഞ്ഞിട്ടും നീ അവരോട് അതേക്കുറിച്ച് ഒരു വാക്ക് പോലും ചോദിച്ചില്ലല്ലോ. അമ്മേ, അവരതിന് എൻ്റെ മുമ്പിൽ വെച്ച് ഗീതമ്മയെ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലേ? ഇല്ലമ്മേ. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കൂ. കാണാതായ ഫോൺ അന്വേഷിച്ച് ഞാൻ തുണിക്കടയിൽ പോയ സമയത്താ ഈ സംഭവങ്ങളൊക്കെ നടന്നത്. ഓ, അപ്പൊ സഹദേവൻ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഗീതമ്മയെ ഇത്രയൊക്കെ പറയാൻ അവന്മാരെ ഞാൻ അനുവദിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അപ്പോ ഏട്ടത്തി ആ സമയത്ത് തനിച്ചായിരുന്നു അല്ലേ? തനിച്ചായിരുന്നെങ്കിൽ എന്താ? അവരെ എതിർക്കാനുള്ള ധൈര്യമൊക്കെ എൻ്റെ ഗീതമ്മയ്ക്കുണ്ട്. എന്നിട്ട് അതൊന്നും അവിടെ കണ്ടില്ലല്ലോ. അതെന്താ? എൻ്റെ ഗീതമ്മ എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിന്നു. അപ്പോ ഗീതേച്ചിക്ക് ഈ വീട്ടിലുള്ളവരോട് ക്ഷമിക്കാനാ ബുദ്ധിമുട്ട്. അല്ല ഗീതേച്ചി, അവരുമായിട്ട് വഴക്കുണ്ടായപ്പോഴേ ഗീതേച്ചിക്ക് സഹദേവേട്ടനെ അങ്ങോട്ട് വിളിച്ചു വരുത്തിക്കൂടായിരുന്നോ? എങ്ങനെ വിളിച്ചു വരുത്തും? ഗീതമ്മയ്ക്ക് എൻ്റെ ഫോൺ നമ്പർ അറിയില്ലല്ലോ. ഓഹോ, അതൊരു ശരിയാ. ഗീതേച്ചി ഇനിയെങ്കിലും സഹദേവേട്ടന്റെ ഫോൺ നമ്പർ ഒന്ന് പഠിച്ചു വെക്കേ. ഇനിയും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിക്കൂടാന്നൊന്നും ഇല്ലല്ലോ.
അഭിരാമി ആ പറഞ്ഞത് കാര്യമാ. ഗീതമേ, ഇന്ന് തന്നെ എൻ്റെ ഫോൺ നമ്പർ ഒന്ന് കാണാതെ പഠിച്ചു വെച്ചോളൂ. ഓ, നിങ്ങളെങ്ങും വിളിച്ചു വരുത്തിയാലും മതി. കേറി പോകുന്നുണ്ടാകത്ത് പോ. അല്ല മോളെ, നമുക്ക് അവരെ കുറിച്ച് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ? അത് ശരിയാ ഗീതേച്ചി. ഇനി ഒരിക്കലും ആരും ഗീതേച്ചിയെ കളിയാക്കാൻ പാടില്ല. അവന്മാരെ ശിക്ഷിച്ചാൽ അത് എല്ലാവർക്കും ഒരു പാഠമായിരിക്കും. സഹദേവേട്ടന് ഗീതേച്ചിയോട് ഇപ്പോ ഉള്ള പേടി കൂടുകയും ചെയ്യും. അഭിരാമി, മിടുക്ക് കാണിക്കാം. അത് നിന്നേക്കാൾ ഒരുപാട് ഓണം ഉണ്ടവരുടെ മുമ്പിൽ ആവരുത്. ഉപദേശമാണോ? എങ്കിൽ തിരിച്ചൊരു ഉപദേശം ഞാനും തരാം. കുടുംബത്തുള്ള ആണിനെ വകവെക്കാത്ത പെണ്ണിനെ നാട്ടുകാരും അംഗീകരിക്കില്ല. അത്തരം പെണ്ണുങ്ങൾക്ക് ഇത്തരം പല ദുരനുഭവങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ഇന്നുണ്ടായ ഈ അനുഭവം നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്ത് പറ്റുമെങ്കിൽ സ്വയം ഒന്ന് മാറാൻ ശ്രമിച്ചോളൂ. ഏട്ടത്തിക്ക് അതുകൊണ്ട് ഗുണമേ ഉണ്ടാവൂ. ഹലോ, എന്തായി? സംഗതി ഏറ്റോ? ഏറ്റോന്നോ, ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് എൻ്റെ ഭാര്യയെന്ന് പറയുന്നവള് പൊളിഞ്ഞ് നാശമായില്ലേ? അപ്പം നിങ്ങളുടെ കണക്കൂട്ടലുകൾ തെറ്റിയില്ല അല്ലേ സഹദേവേട്ടാ? ഇല്ലാന്ന് മാത്രമല്ല, ഇത്രയും വലിയൊരു സക്സസ് ഞാൻ പ്രതീക്ഷിച്ചതുമില്ല. ഇതൊരു നല്ല തുടക്കം ഏട്ടാ. ഇനി നിങ്ങൾ അടിച്ചു കയറും. അതേടാ, അത് തന്നെ എൻ്റെയും പ്ലാൻ. ഗീതമ്മയുടെ കൊമ്പുകൾ ഓരോന്നോരോന്നായി ഞാൻ ഒടിച്ചെടുക്കും. എന്നിട്ട് അവളെ ഒരു വെറും പെണ്ണാക്കി മാറ്റും. ആണുങ്ങളെ ബഹുമാനിക്കുന്ന പെണ്ണ്. ഒക്കെ നടക്കും. ഓൾ ദി ബെസ്റ്റ്. എന്ത് സഹായത്തിന് വിളിച്ചാലും ഞങ്ങൾ എത്തിക്കൊള്ളാം. ഓക്കേടാ, താങ്ക്സ്. ഇങ്ങനെ അന്താളിച്ച് നോക്കണ്ട. ഇത് ഞാൻ നിനക്ക് വേണ്ടി തന്നെ വാങ്ങിയതാ. കയ്യിൽ നിന്നിട്ടിക്ക്. ഇത്ര പെട്ടെന്ന് അനന്തൂന് എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയോ? അത് ഈ ഗിഫ്റ്റ് കണ്ടപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? കള്ളത്തരം കാണിക്കാം, പക്ഷെ അത് പിടിക്കപ്പെടാതിരിക്കാനുള്ള കഴിവ് കൂടി വേണം. അല്ലെങ്കിൽ ആ പണിക്ക് പോവരുത്. കള്ളത്തരം കാണിച്ചു എന്നോ? ആര്, ഞാനോ? ഞാനെന്ത് കള്ളത്തരം കാണിച്ചു എന്നാ? അഴകത്തെ സ്വർണം മോഷ്ടിച്ചത് ഞാനാണോന്ന് അനന്തൂന് സംശയമുണ്ട്. സത്യം എന്താണെന്ന് അനന്തൂന് അറിയണം. അതറിയാനുള്ളൊരു കുറുക്ക് വഴിയല്ലേ ഈ ഗിഫ്റ്റ്. നീ എങ്ങനെയാണ് കരുതുന്നെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. എങ്കിൽ എനിക്ക് ചിലത് പറയാനുണ്ട്. മോഷ്ടിച്ചതൊരു സ്ത്രീയാണെന്ന് മാത്രമേ ജോത്സ്യം പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അത് ചെയ്തത് കവിതയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. നീയേ അത് ചെയ്യൂ. അഴകത്തെ പെണ്ണുങ്ങളിൽ അതിന് ധൈര്യമുള്ളത് നിനക്ക് മാത്രമാ. ഇല്ല, അനന്തു എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അന്തസ്സോടെ അത് സമ്മതിക്കാൻ എനിക്ക് ഒരു മടിയുമില്ല. എന്നുവെച്ച് ചെയ്യാത്ത തെറ്റ് എന്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ പ്രവൃത്തികൾ കാരണമാണ് കവിത അഴകത്തുള്ളവർ മുഴുവൻ നിന്റെ ശത്രുക്കളായത്. അവർക്ക് എന്നോട് മാത്രമല്ല, അനന്തോനോടും ശത്രുതയുണ്ട്. നമ്മുടെ തോൽവി കാണാനാണ് ബാലാമണി ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി അവള് വിളിച്ചു വരുത്തിയതാ ആ ജോത്സ്യന്. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് അനന്തോനില്ലേ? ഇതൊക്കെ ബാലാമണി ചെയ്യിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കില്ല. അത്രയ്ക്ക് പൊട്ടനൊന്നുമല്ല ഞാൻ. മറ്റാരുടെയോ ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമന്നിട്ട് അത് അനന്തൂന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞവളാ ബാലാമണി. നീ പറയുന്നതും അതുമായിട്ട് എന്താ ബന്ധം? അതുപോലെ ഇതും മറ്റൊരു ചതിയാണ്. അന്ന് ബാലാമണി പറഞ്ഞത് സത്യമാണെങ്കിൽ, പിഴച്ചുണ്ടായ ആ കുഞ്ഞിന്റെ തന്ത അനന്തു തന്നെ ആണെന്ന് അനന്തുവിന് ഉറപ്പുണ്ടെങ്കിൽ, സ്വർണം മോഷ്ടിച്ചത് ഞാനാണെന്ന് അനന്തു വിശ്വസിച്ചോളൂ.